ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുദിനം നേരുന്നു. ഇന്ന് പഠിക്കേണ്ട ശ്ലോകം 26. ആദ്യ ശ്ലോകം വായിക്കാം. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭൂഹോ സത്കർത്ത സത്കൃത സാധുഹോ ജന്നുർനാരായണോ നരഃ. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭുഹോ സത്കർത്ത സത്കൃത സാധുഹോ ജന്നുർനാരായണോ നരഃ. 11 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. നാമം പറയാം. സുപ്രസാദഃ പ്രസന്ന ആത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭുഃ സത്കർത്ത സത്കൃതഃ സാധുഃ ജന്നുഃ നാരായണഃ നരഃ. ഒന്നുകൂടെ പറയാം. സുപ്രസാദഃ പ്രസന്ന ആത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭുഃ സത്കർത്ത സത്കൃതഃ സാധുഃ ജന്നുഃ നാരായണഃ നരഃ. ഇങ്ങനെ 11 നാമങ്ങൾ. ആദ്യത്തെ നാമം സുപ്രസാദഃ. സു എന്ന് പറഞ്ഞാൽ നല്ല ശോഭനമായത്, നല്ലത്, ശോഭനമായ അനുഗ്രഹങ്ങൾ നൽകുന്നവൻ സുപ്രസാദൻ. ഭഗവാൻ ശത്രുക്കളെ പോലും ഒരിക്കലും ദ്രോഹിക്കില്ല, അവരെ പോലും രക്ഷിക്കും. ശിശുപാലൻ, കംസൻ, രാവണൻ തുടങ്ങിയ എല്ലാ ദുഷ്ടന്മാരെയും തൻ്റെ കൈകൊണ്ട് വധിച്ചിട്ട് അവർക്ക് മോക്ഷം കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കുന്നു, അല്ലേ? വിഷം പുരട്ടി ഭഗവാനെ കൊല്ലാൻ നോക്കിയ പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം നൽകി. അതുപോലെ നിസ്സാര ഉപകാരങ്ങൾ കൊണ്ടുപോലും പ്രീതിപ്പെടുത്താമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാന് ഒത്തിരി വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഒരു പുഷ്പമോ ഒരു ഇലയോ കുറച്ച് വെള്ളമോ ഒരു ഫലമോ എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അത് കൊടുത്താൽ മതി. അത് പക്ഷേ ഭക്തിയോടുകൂടി കൊടുക്കണം. അത് ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകത്തിൽ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രയതാത്മനഃ. എനിക്ക് ഒരു ഇലയോ പുഷ്പമോ ഫലമോ വെള്ളമോ ഭക്തിയോടുകൂടി തന്നാൽ അത് ഞാൻ സ്വീകരിക്കുമെന്ന് നല്ല സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ഭഗവാൻ സുപ്രസാദനാണ്, എപ്പോഴും പ്രസാദിച്ചിരിക്കും. അടുത്ത നാമാണ് പ്രസന്ന ആത്മാ. നല്ല പ്രസന്നമായ തൃപ്തിയോടുകൂടിയ സന്തുഷ്ടിയോടുകൂടിയ ആത്മാവോടുകൂടിയവൻ, എപ്പോഴും സന്തുഷ്ടിയോടുകൂടിയവനാണ് ഭഗവാൻ. അതായത് ഭഗവാന് വേണ്ടതെല്ലാം ഈ ഗുണസമ്പർക്കമാണല്ലോ, സുഖദുഃഖം. അപ്പോൾ അതെല്ലാം ഒരു ജീവാത്മാവിന് പ്രകൃതിയിൽ എല്ലാം പ്രകൃതിജന്യമായ ഗുണങ്ങളെ കിട്ടുന്നു. അപ്പോൾ ആ അർത്ഥം വരുന്നതാണ് ഈ ഭഗവത്ഗീതയിലെ 13-ാമത്തെ ശ്ലോകത്തിൽ 22-ാമത്തെ ശ്ലോകം. 13-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാനെന്ന് എന്ന് പറഞ്ഞാൽ ഗുണസമ്പർക്കമാണ് സുഖദുഃഖങ്ങൾ തുടങ്ങിയ ദ്വന്ദ്ങ്ങൾക്ക് കാരണം. ജീവാത്മാവ് പ്രകൃതിയിൽ അധിഷ്ഠിതനായി പ്രകൃതിജന്യമായ ഗുണങ്ങളെ ഭുജിക്കുന്നു എന്നർത്ഥം. അപ്പം ശുദ്ധ സത്വസ്വരൂപനായ മഹാവിഷ്ണു രജോ ഗുണമോ തമോ ഗുണമോ മഹാവിഷ്ണുവിലില്ല. ശുദ്ധ സത്വസ്വരൂപനാണ്, ജ്ഞാനവിജ്ഞാനമൂർത്തിയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ് പ്രകൃതി ചലിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പ്രസന്ന ആത്മനാണ്. പിന്നെ എല്ലാ ദോഷങ്ങൾക്കും, അതായത് കരുണ ഉള്ളവനായതുകൊണ്ട്
മറ്റുള്ളവരുടെ ദോഷങ്ങൾക്ക് പരമാത്മാവിൻ്റെ അന്ധകരണത്തിൽ സ്ഥാനമില്ല. പ്രസന്നത അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അപ്പം മോഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും പ്രസന്ന ആത്മാവാണ്. അതുകൊണ്ട് ഭഗവാന് പേര് പ്രസന്നാത്മാ. അടുത്ത നാമം വിശ്വദൃക്ക്, വിശ്വത്തെ ധരിക്കുന്നവൻ എന്ന് പറഞ്ഞാലോ എപ്പോഴും വിശ്വത്തെ താങ്ങി നിർത്തുന്നത് ഭഗവാനാണ്. ഐശ്വര്യാദി 6 ഗുണങ്ങൾ ഭഗവാന് കിട്ടിയത് കൊണ്ട് ഇതൊക്കെ ഭഗവാൻ നിസ്സാരമായി സാധിക്കുന്നു. വിശ്വത്തെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ ലയന സമയത്ത് തന്നിൽ ധരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാനെ വിശ്വദൃക്ക് എന്ന് പറയുന്നു, വിശ്വത്തെ ധരിക്കുന്നവൻ. ആ സംഹാര സമയത്ത് തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നുവല്ല, എന്നിട്ട് സൃഷ്ടി നടത്തുമ്പോൾ തിരിച്ചെടുക്കുന്നു. അതുപോലെ അടുത്ത നാമാണ് വിശ്വഭുക്ക്, വിശ്വത്തെ ഭക്ഷിക്കുന്നവൻ. ഇത് തന്നെ പ്രളയകാലത്ത് കാര്യകാരണ രൂപത്തിൽ എല്ലാം കാര്യവും കാരണവും ഭഗവാൻ തന്നെ ആയതുകൊണ്ട് വിശ്വത്തിൻ്റെ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. സംഹാര സമയത്ത് സൂക്ഷ്മരൂപത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവിനെയും തന്നിലേക്ക് തന്നെ സൂക്ഷ്മരൂപത്തിലാക്കി ശേഖരിച്ച് വെച്ചിട്ട് സൃഷ്ടി സമയത്ത് അതിലേക്ക് പ്രവേശിച്ച് അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് വിശ്വഭുക്ക്. ഭക്ഷിക്കുക എന്ന വാക്കിൽ നിന്നാണ് ഭുക്കുണ്ടായത്. അടുത്ത നാമം വിഭു. വിഭുഹു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാനാപ്രകാരത്തിൽ ഭവിക്കുന്നവൻ. ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നവൻ. അപ്പം ഹിരണ്യഗർഭൻ, പ്രജാപതി, മനുക്കൾ ഇവരെല്ലാം ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം ധരിച്ച് എവിടെയും ഭഗവാൻ സന്നിഹിതനാവുന്നു, എവിടെയും ചെന്ന് ചേരുന്നു. അപ്പം ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു, നാസ്തന്തോ വിസ്തരസ്യമേ എന്ന്. എൻ്റെ വിഭൂതികൾ വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനമില്ല എന്നർത്ഥം. ഇനി അടുത്ത നാമാണ് സൽക്കർത്ത, നല്ലത് ചെയ്യുന്നവൻ. ലോകപൂജിതരെല്ലാം കൂടി, അതായത് ലോകത്തിൽ എല്ലാവരും ഭഗവാനെ പൂജിക്കുന്നു. ലോകപൂജിതരാലും കൂടി ആദരിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് സൽക്കർത്ത. ശ്രീരാമനായും ശ്രീകൃഷ്ണനായും അവതാരം എടുത്ത് ഭഗവാനെ പ്രായഭേദമന്യേ എല്ലാവരും പൂജിക്കുന്നു. ഭഗവാന്റെ പ്രീതി പൂജാദ്രവ്യങ്ങളുടെ മൂല്യത്തിലല്ല, ഭക്തി ശ്രദ്ധയിലാണ് എന്ന് ശബരിയും കുചേലനും ഒക്കെ കാണിച്ചു തന്നു നമുക്ക്. പുരാണ ഇതിഹാസങ്ങളിലൂടെ ബ്രഹ്മാവ്, സനകാദികൾ, നാരദർ ഇവരെല്ലാം ഭഗവാനെ പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നമ്മളെ പഠിപ്പിച്ചു. മഹാവിഷ്ണു സർവദൃക്കാകുന്നു. ബാഹ്യപ്രവൃത്തി മാത്രമല്ല അന്ധകരണവും ഭഗവാൻ കാണുന്നതിനാൽ ഭക്തി ശ്രദ്ധ എത്രയുണ്ടെന്ന് തുലനം ചെയ്യാൻ പറ്റില്ല. അടുത്ത നാമാണ് സൽകൃത, നന്നായി സൽക്കരിക്കുന്നവൻ. മഹാവിഷ്ണു ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ച് ധാർമ്മിക ജീവിതം നയിക്കേണ്ട വിധം ലോകത്തിന് കാണിച്ചു കൊടുത്തു. രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ മഹാന്മാരെ വന്ദിച്ചിരുന്നതായി കാണാം. ശ്രുതി സ്മൃതികളെല്ലാം അഭ്യസിച്ച് ജ്ഞാനികളെയും വൃദ്ധരെയും ബ്രാഹ്മണരെയും ശ്രീരാമൻ വന്ദിക്കുന്നു എന്ന അർത്ഥം വരുന്ന വാൽമീകി രാമായണത്തിൽ ബഹുശ്രുതാനാം വൃദ്ധാനാം ബ്രാഹ്മണാനാം ച ഉപാസിത, ബ്രാഹ്മണന്മാരെയും വൃദ്ധന്മാരെയും ജ്ഞാനികളെയും ബ്രാഹ്മണരെയും ശ്രീരാമൻ വന്ദിക്കുന്നു എന്നർത്ഥം. ഇതിലെല്ലാം ഭഗവാൻ ആഹ്ലാദം കണ്ടെത്തുന്നു. അതാണ്. അപ്പം രാജധാനിയിൽ എപ്പോഴും മഹാന്മാരെ സൽക്കരിച്ചിരുന്നു ഭഗവാൻ. അടുത്ത നാമം സാധു, ന്യായവൃത്തിയിൽ മാത്രം സാധിക്കുന്നവൻ. അതായത് ആർദ്രതയുള്ളവനാണ് ഭഗവാൻ. അവതാര സന്ദർഭത്തിൽ ലോകരീതി, വേദമാർഗം, ധർമ്മമാർഗം എന്നിവ കണിക പോലും തെറ്റാതെ പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും നന്നായി നിർവഹിക്കുന്നു.
അതുകൊണ്ട് ഭഗവാൻ സാധു. ഇനി ജന്നുഹു അടുത്ത നാമം. 3 അർത്ഥമുണ്ട്. 1 ഉപേക്ഷിക്കുന്നവനെന്നും, 2 എത്തിക്കുന്നവനെന്നും, 3 ലയിപ്പിക്കുന്നവൻ അഥവാ മറച്ചു വയ്ക്കുന്നവനെന്നും. അപ്പോൾ അസ്ത്രങ്ങൾ, ആഗമങ്ങൾ, വേദങ്ങൾ എന്നിവയാണ് ഭഗവാന്റെ ആജ്ഞകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അസുരഭാവം മുന്നിട്ട് നിൽക്കുന്നവർ ഇവയെല്ലാം അവഗണിച്ച് ജീവിക്കുന്നു. അവരോട് ഭഗവാന് കരുണയില്ല. അവർ സ്വയം തിരുത്തുന്നത് വരെ ഭഗവാൻ അവരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും, നരകത്തിൽ കൊണ്ടിടും. അപ്പോൾ സാധുക്കളായ ഭക്തന്മാരെ തന്നിൽ നിലനിർത്തുന്നതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. പ്രളയകാലത്ത് എല്ലാ സൃഷ്ടികളും തന്നിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് ജന്നുഹു. അടുത്ത നാമം നാരായണ. നാരായണയ്ക്ക് കുറേ അർത്ഥമുണ്ട്. പരമാത്മാവ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് വിശ്വസൃഷ്ടി നടത്തി അതിൽ പ്രവേശിച്ചതുകൊണ്ട് നാരായണൻ. വേറൊരർത്ഥത്തിൽ ജീവജാലങ്ങളുടെ ലയനസ്ഥാനമായതുകൊണ്ട് നാരായണൻ. ഇനി ഒരർത്ഥത്തിൽ ജലത്തിൽ ശയിക്കുന്നതുകൊണ്ട് നാരായണൻ. പിന്നെ ഒരർത്ഥത്തിൽ ജീവജാലങ്ങൾക്ക് അഭയസ്ഥാനമായതുകൊണ്ട് നാരായണൻ. അപ്പം നാരം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നർത്ഥമുണ്ട്. നരൻ എന്ന പദത്തിന് ആത്മാവ്, ജീവാത്മാവെന്നും അർത്ഥമുണ്ട്. അപ്പം ഓരോന്നിൽ നിന്നും മഹാവിഷ്ണു നാരായണനാണെന്ന് അറിയുന്നു. അപ്പം നാരനായ പരമാത്മാവിൻ്റെ സങ്കല്പത്താൽ ആകാശാദി പഞ്ചഭൂതങ്ങൾ ഉണ്ടായതിനാൽ കാരണം പരമാത്മാവും കാര്യങ്ങൾ നാരങ്ങളും ആണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടി നടത്തി അതിൽ ഭഗവാൻ തന്നെ വ്യാപിച്ച് നാരങ്ങളെ അയനമാക്കി. അതിനാൽ മഹാവിഷ്ണുവിനെ നാരായണൻ എന്ന് സ്തുതിക്കുന്നു. ഇങ്ങനെ പല അർത്ഥങ്ങളും നാരായണൻ എന്ന പേരിൽ ഉണ്ട് അല്ലേ. അതായത് ദൃഷ്ടിക്ക് ഗോചരമായതും ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നതുമായ ഈ ജഗത്തിൽ പരിപൂർണമായും അകത്തും പുറത്തും നാരായണൻ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. നരനിൽ നിന്ന്, ആത്മാവിൽ ഉണ്ടായവയാണ് എല്ലാ തത്വങ്ങളും. അതുകൊണ്ട് തത്വങ്ങളെ നാരങ്ങൾ എന്ന് പറയുന്നു. ഭഗവാന്റെ വാസസ്ഥലവും അത് തന്നെ. അതുകൊണ്ട് ഭഗവാൻ നാരായണനാകുന്നു. ഇനി അടുത്ത നാമമാണ് നരഹ. നരൻ എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൻ. കുറേ അർത്ഥം നാരായണനുണ്ട്. മനുസ്മൃതി പ്രകാരം മഹാവിഷ്ണു ജലത്തിൽ ശയിക്കുന്നത് കൊണ്ട് നാരായണൻ. പിന്നെ ബ്രഹ്മവൈവർത്തത്തിലും നാരങ്ങളുടെ ജീവാത്മാക്കളുടെ അയനമായതുകൊണ്ട് നാരായണൻ. പിന്നെ ജലം നാരൻ്റെ, അതായത് പരമാത്മാവിൻ്റെ സന്തതി ആയതുകൊണ്ട് ജലത്തെ നാരമെന്ന് പറയുന്നു. ആ ജലം പൂർവ്വകാലത്ത് പരമാത്മാവിൻ്റെ വാസസ്ഥാനമായതുകൊണ്ട് ഭഗവാനെ അയനം ആയിട്ട് അദ്ദേഹത്തെ നാരായണൻ എന്ന് പറയുന്നു. പ്രളയജലത്തിൽ ശിശുവായി നാരായണൻ ആലിലയിൽ ശയിച്ചിരുന്നു. അത് കരാരവിന്ദേന പദാരവിന്ദം എന്നുള്ള ശ്ലോകം അതിൻ്റെ മുകുന്ദമാലയിലെ ആ ശ്ലോകം അതിന് ഉദാഹരണമാണ്. ഇങ്ങനെ ജീവജാലങ്ങളുടെ അഭയമായതിനാലും നാരായണനാണ്. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരി മന്ത്രം ധ്യാന വിഷയമാക്കുമ്പോൾ അനന്യസുലഭമായ ശാന്തി ലഭിക്കുന്നു. അപ്പം നാരായണൻ എന്ന പേരിനർഹനാണ്. അടുത്ത നാമം നരഹ. നരൻ എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൻ എന്നർത്ഥം. സ്വാഭാവികമായി മഹാവിഷ്ണു ജീവജാലങ്ങളുടെ പ്രവർത്തികൾക്കെല്ലാം മാർഗദർശിയാണ്. അപ്പം നേതാ എന്ന പേര് ഭഗവാന് ചേരുന്ന അതുകൊണ്ടാണ് നയിക്കുന്നു എന്നർത്ഥം. പുരാണ പുരുഷനായ പരമാത്മാവിനെ നരൻ എന്ന് പറയുന്നത് നയിക്കുന്നതിനാലാണെന്ന്
വ്യാസൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നയതീതി നരപ്രോക്ത പരമാത്മാ സനാതന എന്ന്. ജീവാത്മാവിനെ സൽപ്രവൃത്തികളിൽ നയിച്ച് അതിന് യോജിച്ച സ്ഥാനത്തെത്തിക്കുന്നു. അതുകൊണ്ട് ഇനി നമ്മൾക്ക് ഓരോ വാക്കിൽ അർത്ഥം ഒന്ന് നോക്കിയിട്ട് ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം നോക്കാം. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വഭൂക് വിഭുഹു സത്കർത്ത സത്കൃത സാധുഹു ജന്യുർനാരായണോ നരക. സുപ്രസാദക, വിദ്വേഷികൾക്ക് പോലും ശോഭനമായ പ്രസാദം നൽകുന്നവൻ. പ്രസാദം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകുന്നവൻ എന്നൊരർത്ഥം. പ്രസന്ന ആത്മാ, ആനന്ദരൂപനാണ് ഭഗവാൻ എപ്പോഴും. ശുദ്ധ സത്വസ്വരൂപൻ എന്നർത്ഥം. വിശ്വദൃക്ക്, വിശ്വത്തെ പ്രളയകാലത്ത് തന്നിൽ ധരിക്കുന്നവൻ, വിശ്വത്തെ താങ്ങി നിർത്തുന്നവൻ എന്നർത്ഥം. വിശ്വഭുക്ക്, ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ അന്തരാത്മാവായി പ്രവേശിച്ച് ഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നവൻ. അടുത്ത നാമം വിഭുഹു, പല പ്രകാരത്തിൽ ഭവിക്കുന്നവൻ. പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളെയും ഭവിക്കുന്നു അതുകൊണ്ട്. അടുത്ത നാമം സത്കർത്ത, പൂജ്യന്മാരെ ആദരിക്കുന്നവൻ. അടുത്ത നാമം സത്കൃതക, ഏവരാലും സൽക്കരിക്കപ്പെടുന്നവൻ. അടുത്ത നാമം സാധു, ന്യായസ്വരൂപൻ എന്നർത്ഥം. അടുത്ത നാമം ജന്നുഹു, ജന്നു എന്ന് പറഞ്ഞാൽ ദുഷ്ടരെ ഉപേക്ഷിക്കുന്നവനെന്നും സാധുക്കളെ പരമപദത്തിലെത്തിക്കുന്നവനെന്നും പ്രളയകാലത്ത് സർവവും തന്നിൽ അടക്കുന്നവനെന്നും അർത്ഥം. മൂന്നർത്ഥം. അടുത്ത നാമം നാരായണക, പഞ്ചഭൂതങ്ങൾ കൊണ്ട് വിശ്വസൃഷ്ടി നടത്തി അതിൽ പ്രവേശിച്ചവനെന്നും ജീവജാലങ്ങളുടെ ലയനസ്ഥാനമെന്നും ജലത്തിൽ ശയിക്കുന്നവനെന്നും ജീവജാലങ്ങളുടെ അഭയസ്ഥാനമെന്നും അർത്ഥം. നാലർത്ഥം, അഞ്ചർത്ഥം ഇല്ല, നാലെണ്ണം. പഞ്ചഭൂതങ്ങൾ കൊണ്ട് വിശ്വസൃഷ്ടി നടത്തി അതിൽ പ്രവേശിച്ചവനെന്നും ജീവജാലങ്ങളുടെ ലയനസ്ഥാനമെന്നും ജലത്തിൽ ശയിക്കുന്നവനെന്നും ജീവജാലങ്ങളുടെ അഭയസ്ഥാനമെന്നും. അടുത്ത നാമം, ലാസ്റ്റ് നാമം നരക, ജീവജാലങ്ങളെ നയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ഇനി ശ്ലോകത്തിൻ്റെ പൂർണ്ണാർത്ഥം എന്താണെന്ന് നോക്കാം. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വഭുക് വിഭുഹു സത്കർത്ത സത്കൃത സാധുഹു ജന്യുർനാരായണോ നരക. വിശ്വഭുഗ് വിഭുഹു, രണ്ട് നാമം ഒന്നിച്ച് വായിക്കുമ്പോൾ വിശ്വഭുഗ് വിഭുഹു, ഗുവ വരും അവിടെ. നല്ല നല്ല അനുഗ്രഹങ്ങൾ നൽകുന്നവനും എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്നവനും വിശ്വത്തെ സൃഷ്ടിച്ച് താങ്ങി നിർത്തുന്നവനും ലയന സമയത്ത് തൻ്റെ ഉള്ളിൽ ധരിക്കുകയും ചെയ്യുന്നവനും കൽപ്പാവസാനത്തിൽ പ്രപഞ്ചത്തെ സംഹരിച്ച് സൂക്ഷ്മരൂപത്തിലാക്കി പൂജിക്കുകയും ചെയ്യുന്നവനും സൃഷ്ടിച്ച ശേഷം ജീവാത്മരൂപത്തിൽ അവയിൽ പ്രവേശിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും പരമാത്മാവായി അവയ്ക്ക് വേണ്ടത് നൽകി രക്ഷിക്കുകയും ചെയ്യുന്നവനും എല്ലായിടത്തും വ്യാപിക്കുന്നവനും പ്രായഭേദമന്യേ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവനും അവതാര സമയങ്ങളിൽ പൂജ്യന്മാരെയും ജ്ഞാനികളെയും വൃദ്ധരെയും പൂജിച്ചിട്ടുള്ളവനും സാധ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ന്യായമാർഗത്തിൽ നിർവഹിക്കുന്നവനും പ്രളയകാലത്ത് എല്ലാ സൃഷ്ടികളും തന്നിൽ ലയിപ്പിക്കുന്നവനും കാരണജലത്തിൽ ശയിക്കുന്നവനും ജീവാത്മാക്കളെ സൽപഥത്തിൽ നയിച്ചവയെ യോജിച്ച സ്ഥാനത്തെത്തിക്കുന്നവനും മഹാവിഷ്ണു തന്നെ. ഒരു പ്രാവശ്യം കൂടി വായിക്കാം, ചുമ വന്നുകൊണ്ടിടയ്ക്ക്. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വഭുക് വിഭുഹോ സത്കർത്ത സത്കൃത സാധുഹോ ജന്യുർനാരായണോ നരക. നല്ല നല്ല അനുഗ്രഹങ്ങൾ നൽകുന്നവനും എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്നവനും
വിശ്വത്തെ സൃഷ്ടിച്ച് താങ്ങി നിർത്തുന്നവനും ലയന സമയത്ത് തൻ്റെ ഉള്ളിൽ ധരിക്കുകയും കൽപ്പാവസാനത്തിൽ പ്രപഞ്ചത്തെ സംഹരിച്ച് സൂക്ഷ്മരൂപത്തിലാക്കി ഭുജിക്കുകയും സൃഷ്ടിച്ച ശേഷം ജീവാത്മരൂപത്തിൽ അവയിൽ പ്രവേശിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും പരമാത്മാവായി അവയ്ക്ക് വേണ്ടത് നൽകി രക്ഷിക്കുകയും ചെയ്യുന്നവനും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനും പ്രായഭേദമന്യേ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവനും അവതാര സമയങ്ങളിൽ പൂജ്യന്മാരെയും ജ്ഞാനികളെയും വൃദ്ധരെയും പൂജിച്ചിട്ടുള്ളവനും സാധ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ന്യായമാർഗത്തിൽ നിർവഹിക്കുന്നവനും പ്രളയകാലത്ത് എല്ലാ സൃഷ്ടികളും തന്നിൽ ലയിപ്പിക്കുന്നവനും കാരണജലത്തിൽ ശയിക്കുന്നവനും ജീവാത്മാക്കളെ സൽപഥത്തിൽ നയിച്ച് അവയെ യോജിച്ച സ്ഥാനത്ത് എത്തിക്കുന്നവനും മഹാവിഷ്ണു തന്നെ. അതുകൊണ്ട് ഈ ശ്ലോകം ഭഗവാനെ ചേർന്നതാണ്. ഹരിയും. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകമായി വരുന്നവരെ ഹരിയും നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.